ഇന്ന് ഞാൻ സ്നേഹക്കൂട്ടിലെത്തി ഇവിടുത്തെ അമ്മയച്ഛന്മാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയുണ്ടായി. ശിവഗിരിയിൽ ധാരാളം പേർക്ക് ഭക്ഷണം വിളമ്പിയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് വളരെ ഹൃദയത്തെ വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷമായിരുന്നു ഇപ്പം. ഈ മഹാഭാരതത്തിലൊരു കഥ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നത്, ഈ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിശക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സ്വർഗത്തിൽ നരകത്തിൽ ആ ഒരു കഥാ സന്ദർഭം അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ നീ നിൻ്റെ ചൂണ്ടുവിരൽ വായിൽ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വിശപ്പ് മാറുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്ന് കാരണം ചോദിച്ചപ്പോൾ പറയണം, അന്നദാനം നടക്കുന്ന സ്ഥലം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് മഹാഭാരതത്തിലൊരു കഥയുണ്ട്. ഞാനിപ്പോൾ ഓർത്തു പോകുന്ന അതാണ്. നമ്മളുടെ ഇപ്പം ഞാൻ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ പറയുകയായിരുന്നു, ഭക്ഷണം ഒന്നും കളയാൻ പാടില്ല എന്ന്. ശരിക്കും ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ അത് അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നദാനം എന്ന് പറയുന്നതാണ് കോടി ക്ഷേത്ര പ്രതിഷ്ഠ പൂജകളെക്കളൊക്കെ പുണ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുമ്പം അതൊക്കെ തെറ്റാണോ എന്ന് ചിലപ്പോൾ ചിലർ ചിന്തിച്ച് പോകാം. പക്ഷെ ഒരിക്കലും അല്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈശ്വര സേവ എന്ന് പറയുന്നത്. ഗുരുദേവനൊക്കെ തന്നെ പറയുന്നത് അങ്ങനെയാണ്. മരിച്ചവരുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്ത പുരോഹിതനെ വിളിച്ച് അരിയെട്, പൂവെട്, എള്ളെട്, തണ്ണി കൊട് എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ നല്ലത് അവരുടെ പേരിൽ അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലോ ഒക്കെ അവർക്ക് വേണ്ടി അന്നദാനം നടത്തണമെന്ന് ഗുരു പറയുന്നുണ്ട്. നമ്മൾ ഗുരുഭക്തരാണെങ്കിൽ, ഈശ്വരവിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പുണ്യകർമ്മങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇവരോടൊത്ത് നിൽക്കുന്നത്. ഇതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. എല്ലാവർക്കും നമ്മമാകാം. സന്തോഷം. മക്കളെ വെല്ലൂടെ നട്ടിട്ട് വേണേ പോവാൻ.